വെൽക്കം ടു മുഹമ്മദ് മിസ്ബാഹ് വ്ളോഗ്സ്. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മിനി ക്രാഫ്റ്റാണ് ഗൈസ്. നമ്മൾ സ്റ്റാർട്ട് കൊടുത്ത് നമുക്കില്ല നമ്മുടെ കൂട്ടുകാരനെ നോക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. നമുക്ക് സർവൈവൽ മതി ഗൈസ്. ബാക്ക് അടിച്ചിട്ട് നമ്മുടെ കൂട്ടുകാരനെ എവിടെ നോക്കണ്ടേന്ന് എനിക്കറിയില്ല ഗൈസ്. അപ്പം ഗൈസ് കണ്ണടിച്ചെടുക്കാം. കൂട്ടുകാരന് അയ്യോ ഗായ്സ് ഇവൻ ക്രിയേറ്റീവ് എടുത്താൽ നമുക്ക് ബാക്ക് എടുത്ത് സർവൈവലോട്ടാക്കാം ഗൈസ്. അപ്പൊ നമുക്കത് ബാക്ക് എടുത്ത് നമുക്ക് പ്ലേ കൊടുത്തിട്ട് അതിനു മുമ്പ് ഗൈസ് നമുക്ക് ഈസാനെ നോക്കാം ഗൈസ്. നോക്കട്ടെ. എൻ്റെ വേൾഡ് വന്നില്ല ഗൈസ്. എൻ്റെ വേൾഡ് കുറച്ച് സീനൊക്കെ പോയി. നമുക്ക് നാളെ നിങ്ങൾ നോക്കിയൊരു മൾട്ടിപ്ലെയർ എപ്പിസോഡായിരിക്കും നാളെ വരാൻ പോകുന്നത്. നിങ്ങൾ നോക്കിക്കോ. ഇതിപ്പോൾ നമ്മൾ ചെയ്യണ സർവൈവലിലാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അത് നമ്മൾ ക്രിയേറ്റീവ് മാറ്റി സർവൈവലിലോട്ട് ഇപ്പോൾ ആക്കി തരണം ഗൈസ്. അപ്പം നമുക്ക് ഈ മലേൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വില്ലേജ് ഉണ്ടാകും. അതിന് മുമ്പ് അവിടെ എന്തൊക്കെ സാധനം ഉണ്ടെന്ന് അത് ഇത്രയും ചൈനങ്ങളല്ലു. അപ്പം നമുക്ക് ബാക്കി അങ്ങോട്ട് ബിൽഡ് ചെയ്ത് മുകളിലോട്ട് പോവാം. ഒരു മരത്തിൻ്റെ ബിൽഡ് നമുക്കതൊക്കെ പൊട്ടിച്ചിട്ട് നമ്മ പോകുന്നു. ഒരാടിനെ കിട്ടി ഗൈസ്. അപ്പം നമുക്ക് അതിനെ പോയി ഫുൾ സാധനമൊന്നുമില്ല. പക്ഷേ ഞാനില്ല ഗൈസ്. നമുക്ക് ചെറുതിനെ കൊല്ലണ്ട. ചെറുതിനെ ഷീപ്പിനെ കൊന്നിട്ട് നമുക്കതെടുക്കാം ഗൈസ്. നമുക്കൊരു ബെഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരെ ഒരു സ്റ്റോൺ ടൂൾസിലോട്ടാകും. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകാൻ പോകുന്നത് വില്ലേജ് അപ്പാണ്. അവിടെ ഗൈസ് അത് നമ്മുടെ കൈക്ക് ഗൈസ് അത് കൈക്ക് കയറി ഗൈസ്. നമുക്കൊരു വില്ലേജ് അപ്പണം ഗൈസ്. അതിനൊക്കെ വന്നിട്ടും കാര്യമില്ല ഗൈസ്. അത് ഊള് ഡ്രോപ്പ് ചെയ്തിട്ടില്ല. എന്താ അത് കുഞ്ഞാടാണ്. വലിയ ആട് മാത്രമേ നമുക്ക് ഡ്രോപ്പ് ചെയ്തിട്ടുള്ളൂ. വെട്ടാൻ പറ്റിയില്ല. അവിടെ എന്തോ ഒരു സാധനം മരം പോലത്തെ പമ്പിനാണ് ഗൈസ്. ഗൈസ് നമുക്ക് പ്ലെയിൻ അതിൻ്റെ മുകളിൽ പോയിട്ട് അതിൻ്റെ വില്ലേജ് ഉണ്ടാകും ഗൈസ്. ഒരു ഷീപ്പും കൂടെ അവിടെ ഉണ്ട്. നമുക്ക് അതിനെയും കൂടെ കൊന്നിട്ട് ഒരു ഷീപ്പല്ല ഗൈസ്, 4 ഷീപ്പ്. നമുക്ക് അതിനെയും കൂടെ കൊന്നിട്ട് ഇപ്പം വേറെ കളർ എടുക്കാം. ഷീപ്പ് നീയാണ്ട എല്ലാത്തിനും കാണാൻ ഞാൻ പറയൂട്ടാ പോലീസിൻ്റെ അടുത്ത്. നീ പറഞ്ഞോണ്ടല്ലേ അങ്ങനെ ഗെയിം കളിക്കണം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതിടും മറ്റേ മൾട്ടിപ്ലെയർ സീരീസ്. ശരിയാ ഗൈസ്. എല്ലാ ഞായറാഴ്ചയും നമ്മൾ 3 കിട്ടി. നമുക്ക് ഇനി അത് ബെഡ് രാത്രി ആകുമ്പോൾ ആക്കാൻ കഴിയും. വെറുതെ കൊണ്ടു നമുക്ക് 3 മതി. ഞങ്ങോട് നമുക്ക് ആ മലേൻ്റെ മുകളിലോട്ടൊന്ന് കയറി നോക്കണം. ഇതിൻ്റെ നടുക്ക് വെള്ളം എന്തെങ്കിലും ഇതിടോ അവിടെ അതിൽ ഗൈസ്. നമുക്ക് ഈ സ്ഥലം വേണ്ട, ബേസാക്കാം. നമുക്കൊരു വില്ലേജിൽ ബേസാക്കാം. ഇതാകുമ്പോൾ അവന്മാരുടെ ഏതെങ്കിലും വീട് നമുക്ക് അടിച്ചെടുക്കാം. അവിടെ ബ്ലോക്ക് വെക്കണം ഗൈസ്. ബ്ലോക്ക് വെക്കണം. അതൊന്നും വേണ്ടേ.
അയ്യോ പിന്നെ അടിയിലേക്കാണ് ഗൈസ്. ചാടടാ. ഇനി ഇവിടെ മലേൻ്റെ തോപ്പി പോകാം. ഗൈസ് അങ്ങനെ ഇത് കണ്ടാ ഗൈസ് ഞാൻ ചാടിയാൻ പോയതാ ഗൈസ്. ഒരു വില്ലേജ് തപ്പാം. അതിൻ്റെ അടിയിലോട്ട് Village പോയാൽ തപ്പണ്ട. പോകും ഗൈസ്. ഹാർട്ട് പോകും ഗൈസ്. വെറുതെ റിസ്ക്കുള്ള പരിപാടി തന്നിട്ടുണ്ട്. നമുക്ക് ഇത്തിരി വെള്ളം കിട്ടിയാൽ മതി. നമുക്ക് ML ചെയ്യാം ഗൈസ്. ഗൈസ് ഗൈസ് ഇങ്ങനെ പതുക്കെ പോവാം. നമുക്ക് വില്ലേജ് ഒന്നും വേണ്ട, ഈ സ്ഥലം തന്നെ മതി. അതിന് നമ്മുടെ ഇതിന് മാത്രം കയ്യിലും പറ്റില്ല ഗൈസ്. വ്യത്യാസം തന്നെയാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു വീട് പണിയും ഇപ്പം തന്നെ ഗൈസ്. അതിന് മുമ്പ് ഇറങ്ങുന്നുണ്ട്. എനിക്കൊരു ബുദ്ധിയുണ്ട്. ഡേട്ട് പിടിച്ചാൽ പോലെ വെറുതെ ഇനി ഇറങ്ങാട്ട് ഡാമേജ് അടിക്കത്തില്ല. അങ്ങനെ ഗൈസ് ഭയങ്കര വലിയൊരു കേവാണല്ലോ. ഇതിന് മുകളിലേക്ക് പോണ പടച്ചോറ് മാത്രം അറിയാം എങ്ങനെ പോകുന്നു. ഗൈസ് അപ്പം നമുക്കൊരു ലാഡർ ഒക്കെ. ഇത് തന്നെ നമ്മുടെ ബീസ്. ഒന്നുമില്ല, ഇപ്പം തന്നെ നമ്മൾ എല്ലാം ഫർണൈസ് ഉണ്ടാക്കും. ഇപ്പോൾ ആ സ്റ്റോൺ ടൂൾസ് ആകും. നമുക്ക് ഈ സാധനമൊക്കെ ആദ്യം എടുത്തേക്കാം ഗൈസ്. അതിന് മുമ്പ് ഒരു മരം വെട്ടണ്ടേ അല്ലേ? മരമൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. ആണോ? അന്നേ നമുക്ക് എല്ലാം ഉണ്ടാക്കാം ഗൈസ്. ആദ്യം തന്നെ ഒരു ക്രാഫ്റ്റിംഗ് അല്ല അത് സ്റ്റിക്ക്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഒരെണ്ണം മതി. പിന്നെ സ്റ്റിക്ക് കുറച്ച് എഡ്ജസ് ഉണ്ടാവും. ഇത്ര ഇത്ര ഉണ്ടാക്കാം. മതി ഗൈസ്. ഒരെണ്ണം എത്ര മതി? ഇനി നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും ആക്കിയിട്ടുണ്ട്. നമ്മൾ നേരെ ഇതിൽ പോയിട്ട് നമ്മുടെ ഈ സാധനം ഇതിൽ വെച്ച് ഇതിൽ വെച്ച് ഇതിൽ വെച്ച് ഇതിൽ വെച്ച് ഇതിൽ വെച്ച് ആ സാധനം വേണമല്ലേ? അതിൻ്റെ ആവശ്യമില്ല. ഇതിൽ വെച്ച് നമ്മൾ സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കാൻ പോണത്. ഇത് വേണം അല്ലേ? ഇത് വെച്ച് ഇത് വെച്ച് ഓ പെട്ട് വെച്ച് സ്റ്റോക്കൊക്കെ മാറ്റിട്ടുള്ളിൽ വെച്ച് എടുത്ത് ഒരു ബെഡ് ആദ്യം തന്നെ ഉണ്ടാക്കാം. ഒരു ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പിക്കാക്സ് 3 ഉണ്ടാക്കാം. 2 ഷവല്. പിന്നെ ഒരു ഹോ ഉണ്ടാക്കി വെച്ചാക്കാല്ലേ ഗൈസ്. ഷവൽ ഏതോട്ട് ഉണ്ടാക്കിയത്? ഈ സാധനം ഒരു 2 എണ്ണം, ഹോ ഒരു 2 എണ്ണം. പിന്നെ ഫർണൈസ് ഉണ്ടാക്കാം ഒരെണ്ണം. പിന്നെ 2 ചെസ്റ്റ് വേണം ഗൈസ്. 2 ചെസ്റ്റ്, ഡബിൾ ചെസ്റ്റ് വേണം. 4 ഉണ്ടാക്കി നമ്മൾ ഒന്നെന്ന് പറയുമ്പോൾ 4 ഉണ്ടാക്കി. നമ്മൾ പണ്ട് സീന ഗൈസ്. ഇവിടെ തന്നെ അങ്ങോട്ട് റീസ്മെന്റ് കിട്ടിയ നമ്മൾ ഇത് ക്ലീൻ ആക്കി ഇവിടെ ഗൈസ് നമുക്ക് ഇനി ഇത് ക്ലീൻ ആക്കാൻ പോകുന്നുണ്ട് ഗൈസ്. ക്ലീൻ ആക്കാം. നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാ അതൊന്നും അല്ലട്ടാ ഗൈസ്. നമ്മളിത് കഷ്ടപ്പെട്ട് ഇങ്ങനെ പൊട്ടിച്ചാൽ പോണ ഗൈസ്. ഗൈസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങൾ അത്ര ചീപ്പ് ആൾക്കാരല്ല അല്ലേടാ? ഞങ്ങൾ ഇവിടെ ഒരു ബെഡ് ഇട്ടിട്ടില്ല. ഇവിടെ ബ്രെഡാണ് ഗൈസ്. എന്നിട്ട് ക്രാഫ്റ്റിന്റെ സെറ്റ് ആവുള്ളൂ ഗൈസ്. എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കാം. ചെസ്റ്റ് എടുക്കാം. ഫർണീസ് എടുക്കാം ഗൈസ്. രാത്രി എന്ന് പറഞ്ഞപ്പോൾ രാത്രി ഫർണൈസ് ഇവിടെ നമ്മുടെ ബ്ലോക്സ് എല്ലായിടത്തും അതിൻ്റെ ഉള്ളിലോട്ട് വെക്കാം. പിന്നെ പിക്കാക്സ് മാത്രം എടുത്താൽ പിക്കാക്സും ഒരു പിക്കാക്സും
എല്ലാ ഒരെണ്ണം കൊണ്ട് ആ എടുക്കാം. ഒരെണ്ണം എല്ലാം ഒരെണ്ണം വെച്ച് തന്നെ എടുത്താൽ മതി. ആ പൊട്ടാറുള്ള പിക്കാക്സ് കൈ പിടിച്ചേക്കാം. അങ്ങനെ ഇപ്പൊ വല്ല രാത്രി ചാകത്തില്ലട്ടോ ഗൈസ്. നിങ്ങൾ ആനയെന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലെ പാട്ട് ഇട്ടിട്ടുണ്ട്. ഒരു കാട്ടില് ഒരു കുട്ടിയാടാ. നമ്മുടെ റീസ്പോൺ ഇപ്പൊ സെറ്റ് ആകൂടാ. ഒരു കാട്ടില് ആ ചെസ്റ്റ് എന്തിനാ നമ്മുടെ ഇരിക്കണം, അതെടുത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു കുട്ടിയാണ്. അയ്യോ എടുത്തിട്ട് ആ ജസ്റ്റിനുള്ളിൽ വാള് കയ്യിരുന്നോട്ടെ, എല്ലാം കയ്യിലോട്ട് എടുത്തോളൂ. ഇതാണ് ഗൈസ് എൻ്റെ ബുദ്ധി. ഗൈസ് നമ്മളങ്ങനെ മൈൻഡ് ചെയ്യാൻ പോവുകയാണ്. ആക്കുമ്പോ ചാണ മഞ്ചണം അങ്ങനെ ഓ വെച്ചെന്തോ പരിപാടി. കൃഷിയാണോ ചെയ്യണ്ട, ശവയം വെച്ച് ഡേട്ടാ മാൻ ചെയ്യാൻ മതി. ഇതും വെച്ച് ഇതാടാ, ഇതും വെച്ചാ കബിളിക്കാൻ മാൻ ചെയ്യാം. കബിൾസ്റ്റോൺ ആ നമ്മളിപ്പോ വീടുണ്ടാക്കണ്ടേ പോകും. ഗൈസ് നമ്മുടെ സമാചാന ഗൈസിന് മൈൻഡ് ചെയ്യണം. എനിക്കൊന്നും മൈൻഡ് ഈ ടൈമിലൊരു ഡയമണ്ട് പിക്കസ് ഉണ്ടായിരുന്നെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ചത്. നമ്മൾ ഓഫ് ക്യാമറയിൽ നിന്നും ഡയമണ്ടൊക്കെ മൈൻഡ് ചെയ്യാൻ പോകും. എന്നിട്ട് നാളെ ഞാൻ ഒന്നെങ്കിൽ ബിസ്മാൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഇവൻ എൻ്റെ വീട്ടിൽ കയറും. അതാണ് ഞങ്ങൾ ചെയ്യാൻ. ഇവൻ എൻ്റെ വേൾഡിൽ കയറും, അതാണ് നല്ലത് ഗൈസ്. പക്ഷെ ഇവൻ ഏതോ കാട്ടിൽ ഞാൻ ഏതൊരു കാട്ടിൽ, അതാ ഗൈസ് പ്രശ്നം. അങ്ങനെ ആവൂല, നമ്മൾ ഒരുമിച്ചാകത്തുള്ളൂ. നീ ഒരു റീസ്പോൺ സെറ്റാക്കിയാൽ മതി. ഞാൻ ഇവൻ്റെ കയറാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ ഇവൻ്റെ കയറാൻ. നമുക്ക് എൻ്റെ മറ്റേ അണ്ടർ വാട്ടർ ഹൗസ് പണിയുണ്ട്. പിന്നെ കുറേ സാൻഡ് വേണം. സ്പോഞ്ച് ഇല്ലാത്ത കാരണമാണ് സർവൈവൽ സ്പോഞ്ച് ഒപ്പിക്കാൻ പറ്റത്തില്ല. അത് കാരണമാണ് സ്പോഞ്ച് ഒപ്പിക്കണമെങ്കിൽ മോണിമെൻ്റ് കണ്ടുപിടിക്കണം. പക്ഷേ ആ സാമാനം കണ്ടുപിടിക്കാൻ ഞങ്ങളെ കൊണ്ടൊന്നും വയ്യ. അത് കാരണം ഞങ്ങൾ സാൻഡ് ഇട്ടിട്ട് മൈൻ ചെയ്തെടുക്കുമ്പോൾ വെള്ളം പോകുമല്ലോ. അത് കാരണം അങ്ങനെയാണ് വിചാരിച്ചത്. അതാണ് ഏറ്റവും കൂടുതൽ സിമ്പിൾ. നമ്മൾ സാൻഡാണെങ്കിൽ ഷവലും വെച്ച് പെട്ടെന്ന് മൈൻഡ് ചെയ്യാൻ പറ്റും. ഡയമണ്ട് ഷവൽ എഫിഷ്യൻസി ഉള്ളതിൻ്റെ കാര്യമില്ല, പക്ഷേ എൻ്റെ എഫിഷ്യൻസി ഇല്ല. ഡയമണ്ട് ഷവലിൻ്റെ കാറ്റടിക്കാൻ അറിയാം. ആദ്യം നമുക്ക് ഈ സാധനം എല്ലാം എടുക്കാം. ഈ സാധനം എല്ലാം കളക്ട് ചെയ്യണം. ഈ സ്ഥലം എങ്ങനെ ബോക്സ് ആക്കി എടുക്കാനാണാവോ എന്തോ. ഇപ്പം നമ്മളൊരു വെട്ടുകൂട്ടിലാണ് കിടക്കണം ഗൈസ്. ഈ ഡേർട്ടെല്ലാം മൈൻഡ് ചെയ്തേക്കാം. നമുക്ക് എന്നിട്ട് ഒരു ഫാമിംഗ് ലാൻഡ് എല്ലാം കൂടെ ഉൾപ്പെട്ടിട്ടുള്ളൊരു ബേസാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അണ്ടർഗ്രൗണ്ട് ബേസ് ഉണ്ടാക്കാൻ പോണേ. അണ്ടർഗ്രൗണ്ട് പിന്നെ മുകളിൽ നിങ്ങൾ ഇപ്പം നമ്മൾ അണ്ടർഗ്രൗണ്ട് ആണ് ഉണ്ടാക്കാൻ പോണത്. ആ മുകളിൽ കണ്ട ആ ഭാഗം ഈ മല മൊത്തം നമ്മൾ ഗ്ലാസ് ഇട്ട് സെറ്റ് ചെയ്യും. മുകൾ ഭാഗം മൊത്തം ഗൈസ് ഇപ്പം നമ്മൾ അണ്ടർഗ്രൗണ്ട് ആണ് ഗൈസ് ഉണ്ടാക്കണത്. നമുക്കപ്പം ഇത് മൈൻഡ് ചെയ്യാ നല്ല പാടാ ഗൈസ്. നമ്മളൊരു വിറ്റാക്കി ഇപ്പം പൊട്ടും. നല്ല പണി നിരത്താണ് നമുക്ക്. നമ്മുടെ വിക്കാക്സ് പൊട്ടി. വേറെ വിക്കാക്സ് എടുത്തിട്ടും വരാം. 2 വിക്കാക്സും കൈ പിടിച്ചേക്കാം. ഇങ്ങനെ വൈക്കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോൺ വിക്കാക്സ് പൊട്ടും. കോളൊക്കെ ഉണ്ട് കേട്ടോ, ടോർച്ച്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ടോർച്ച് വെച്ച് ലൈറ്റ് ചെയ്യണം. അപ്പം നമ്മൾ പുറത്തോട്ട് എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് പോകണമെങ്കിൽ ഇവിടെ സോംബീസൊക്കെ സ്പോണാകും. ടോർച്ച് ഒരു സ്റ്റാക്കിന് മുകളിൽ ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. ഇപ്പം ഒരു ചാക്കുണ്ട് ഗൈസ്. ഇപ്പോൾ തന്നെ ഒരു സ്റ്റാക്ക് ഉണ്ട്. നമ്മൾ ഗെയിംസൊക്കെ തുടങ്ങിയപ്പോൾ കിട്ടിയത്. നമ്മൾ ഈ കോളധികം നോക്കണില്ല. നമുക്ക് ഈ ഡയമണ്ട്സും അയണും ഗോൾഡൊക്കെ മതി. കോള് വേണ്ടെന്നല്ല, കോളും വേണം. പക്ഷേ അധികം മൈൻക്രാഫ്റ്റില്ലേ കോൾ ആർമർ ഉണ്ടായിരുന്നു ചേട്ടൻ. കോളല്ല, കല്ലിൻ്റെ ആർമർ കയറ്റാൻ പറ്റും. മോഡിക്കാൻ പറ്റില്ലല്ലോ. ഇത് മൈൻക്രാഫ്റ്റ് ആണോ? ഇല്ലേ
ചെയിൻ ആർമറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ചെയിൻ ആർമറൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഉണ്ടാക്കണമെങ്കിൽ സോംബീസ് സ്പോണാകണം. അവന്മാരെ തല്ലിക്കൊല്ലാൻ കഴിയും. പിന്നെ നമ്മൾ മോബ് ഫാം ഉണ്ടാക്കും. മോബ് ഫാം പിന്നെ സ്കെൽറ്റൻ സ്പോണ്ടുണ്ടെങ്കിൽ സ്കെൽറ്റൻ ഫാം ഉണ്ടാക്കും. എല്ലാ ഫാമും ഉണ്ടാക്കും. എല്ലാം വരാൻ പോണത് ഈ നമ്മളിപ്പോൾ മാന്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഉള്ളിലാണ്. നീക്കും നമ്മുടെ ഈ ഇരിക്കുന്ന ഈ പിക്കാക്സ് ഒന്ന് പൊട്ടിയേക്ക്. രണ്ട് പിക്കാക്ക്, ഒരു പിക്കാക്ക് നമ്മുടെ കയ്യിലുണ്ട്. എൻ്റെ വീട്ടിൽ കയറും. അപ്പം നമുക്ക് ഇതിൻ്റെ ഫുഡ് കളിയേക്കാം. നാളെ ഞാൻ ഇതിൽ തന്നെ ഇരിക്കും കളിക്കാൻ പോകും. നീ എൻ്റെ വീട്ടിൽ കയറാം, അതല്ലേ നല്ല. അപ്പം ഇത് ഫുള്ള് വെക്കാം. നമുക്കിത് ഫുൾ എന്നിട്ട് ക്ലിയർ ചെയ്യാം. ഇവിടെ മൊത്തം ബോക്സ് ഗൈസ് നമ്മുടെയൊക്കെ ഈ സ്ഥലം റെഡിയാക്കാൻ വർഷങ്ങളൊന്നും ഒരു ലെയർ കഴിയാറായി നമ്മൾ ഏകദേശം. ഒരു ലെയർ ഏകദേശം കഴിയാറായി. മറ്റേ അടിയിലത്തെ ഒരു ലെയറും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഗൈസ് നമ്മൾ ഇപ്പം ഒരു മൂലക്ക് അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കാൻ പോണേന് ഗൈസ്. പെട്ടെന്ന് ഗൈസ് ഇപ്പോൾ ഒരു മൂലക്ക് അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കണേ. നമുക്ക് ഈ ഗൈസ് ഈ സൈഡ് ഉണ്ടോ? ഈ സൈഡ് നമ്മുടെ മൈനിങ് ഏരിയ. പക്ഷേ ഇത് മാറ്റണം. അതാദ്യം സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റും. ഇതെല്ലാം പൊളിച്ച് കാട്ടിക്കളയും. നിരപ്പാക്കും. ഒരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ വെക്കണം. എന്നിട്ട് അവിടെ ഗ്ലാസ് ഇല്ല. മിക്കവാറും നമ്മൾ ഈ ബേസ് പണി നോക്കണതിന് മുമ്പ് നമ്മൾ ഡയമണ്ടിനെ എടുത്ത് നോക്കണം. കാരണം ഡയമണ്ട് കേക്ക് കണ്ട എത്ര പെട്ടെന്ന് ഗൈസ്. പിന്നെ വേറെ പ്രശ്നമുണ്ട്. കോബിൾ സ്റ്റോണിന്റെ പ്രശ്നമില്ല. കോബിൾ സ്റ്റോൺ ഇത് കഴിയുമ്പോൾ തന്നെ വെട്ടി നിറച്ചുണ്ടാകും. ഗൈസ് നിങ്ങൾ വിചാരിക്കണ വലിയ സ്മോളസ്റ്റ് ബേസ് ഒന്നും അല്ല. ഇതാണ് ജീവിതം. ഇത് മതി ഗൈസ്. ഇത് ഇട്ടിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ അതും ഇതും കൂടി കളഞ്ഞിട്ട് നമുക്ക് അടിയിലുണ്ടാക്കാം. ഇതാണ് നമ്മുടെ മെയിൻ ബേസ് വരാൻ പോണ. ഇതാണ് എന്നിട്ട് അതെ അവിടെ ഒരു ഇങ്ങനെ അത് സാരമില്ല അത് മാത്രമല്ല മെഗാ സ്റ്റോറേജ് ഏരിയ ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ വഴിയെ വരും. വന്നാ മതി ഗൈസ്. നമുക്കൊരു മരത്തിന്റെ ഫാം ഉണ്ടാക്കണം. കാരണം ഇപ്പൊ ഒട്ടും മരമില്ല. നാളെ നമ്മള് മൾട്ടിപ്ലെയർ ഉണ്ടാകാം. അത് കുത്തിരുന്ന് മൈൻഡ് ചെയ്യാൻ ഒന്നാമത്ര തീരത്തുള്ളൂ ഗൈസ്. ഞങ്ങൾ എന്നിട്ട് പ്ലാൻ ഇടും ഏതൊക്കെ സൈഡിൽ മെയിൻ ചെയ്യണം. അയ്യോ എന്ത് പടക്കമെന്ന് പറഞ്ഞാൽ വേണം. ഇനി നമുക്ക് മറ്റേ റെഡിയാക്കാം. പെട്ടെന്ന് വാ. നമുക്ക് ഈ ബേസിൻ്റെ രണ്ട് ഇട്ടാൽ മതി. അതിന് ഈ സൈഡൊന്നും ലെവലാക്കണം. കണ്ട ഈ ഡീപ്പിലേക്ക് എത്തിക്കണം. നമുക്ക് എല്ലാ സൈഡും ഒരേപോലെ തന്നെ ഇരിക്കണം. അങ്ങോട്ട് ഇതൊന്നും അല്ല. ഇത്ര മതി. നമുക്ക് ഈ സ്ഥലവും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാന്നല്ല പറഞ്ഞത്, മൈനിങ് അവസാനിപ്പിക്കാം. അല്ല ഈ പിക്കാക്കുന്ന പൊട്ടിയേക്കട്ടെ. ഇതിപ്പോൾ പൊട്ടും. ഓരോ ദിവസം ഇത്തിരി വെച്ച് മൈൻ ചെയ്യണം. കാരണം ഒരു വീഡിയോ മൊത്തം ഈ മൈനിങ്ങിന് വേണ്ടി കഴിഞ്ഞാൽ ബോറടി. ഞങ്ങൾക്കല്ല, നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. അത് കാരണം നമ്മൾ ഈ പിക്കാച്ച് പൊട്ടിക്കലേട്ടാ. നമ്മുടെ വേറെ പിക്കാച്ച് വേണം. നമുക്ക് ഉണ്ടാക്കാടാ. ഇഷ്ടം പോലെ പിക്കാച്ച് ഉണ്ടാക്കും. ഒരു ലാർജസ്റ്റ് ചെസ്റ്റ് നിറച്ച് ഞങ്ങൾ പിക്കാച്ച് ഉണ്ടാക്കി വെക്കാൻ പോകുന്നു. നിങ്ങൾ വിചാരിക്കും ട്രിപ്പിൾ ചെസ്റ്റ് ഉണ്ടാകും. അതൊന്ന് കമന്റ് ചെയ്യട്ടോ ഗൈസ്. ട്രിപ്പിൾ ചെസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. നമുക്ക് ഒരു വെട്ടി നിറച്ചും പിക്കാച്ച് ഉണ്ടാക്കി വെക്കാം. ഇപ്പം ഉണ്ടാക്കില്ല. നമുക്ക് ഇപ്പം തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാം. നമ്മുടെ വെള്ളില്ലേ ഈ വുഡും കൂടെ എടുത്ത് അങ്ങോട്ടേക്ക് സ്റ്റിക്സ് ആക്കി ഈ പെട്ടിയിലായിരിക്കും നമ്മുടെ പിക്കാച്ച് എല്ലാം വെക്കാൻ പോകുന്നത്. ഈ പെട്ടി ഇവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിലോട്ട് പോയി
സ്റ്റിക്കെല്ലാം ഉണ്ടാക്കി 42 പിക്കാക്സ് എന്ത് കിടക്കണുണ്ടോ? അതെന്റെ നീ അടിയിലേക്കൊന്ന് നോക്കിയേ. നമുക്ക് എത്ര അവിടെ ഇല്ല. ഇല്ല രാത്രി ആകാറായി. പക്ഷേ നീ ഇപ്പൊ കുടിക്കാൻ തുടങ്ങി. 1 2 3 4 5 6 7 8 9 10 11 12 13 പിക്കാക്സും കൂടെ നമ്മുടെ കൊബിൾസുണ്ട്. പക്ഷെ സ്റ്റിക്കിലില്ല. ഒരു 13 പിക്കാക്സും കൂടെ ഉണ്ടാക്കിയേക്കാം. രാത്രി ആണെങ്കിൽ ആകട്ടെ. നമുക്ക് ആർക്ക് കൊല്ലാൻ പറ്റും. വെച്ചേക്കാം. എത്ര വേണം? 1 2 3 4 5 6 7 ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. നമുക്കിനി അടുത്ത വീഡിയോ കാണാം ഗൈസ്. റീസ്പോൺ പോയിന്റ് സെറ്റ് ആക്കി ഗൈസ്. കാണാം ഗൈസ് അടുത്ത വീഡിയോയിൽ.